നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ആൽഗോ ട്രേഡിംഗ് ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു മാർക്കറ്റിലേക്ക്. അപ്പോൾ അതൊന്ന് സിംപ്ലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആൽഗോ ട്രേഡ് എന്ന് പറഞ്ഞാൽ മാനുവലി നമ്മളൊന്നും ചെയ്യാതെ ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കാം. ഇന്ന സ്ഥലത്തെത്തിയാൽ എൻട്രി, ഇന്നത് എക്സിറ്റ്, ഇന്നത് സ്റ്റോപ്പ് ലോസ്. അത് പ്രീ പ്ലാൻഡ് ആണ്. അത് തന്നെയാണ് ശരിക്കും ആൽഗോ എന്ന് പറയുന്നത്. പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഒരു പ്രോഗ്രാമിന്റെ ബേസിസിലാണ്, അതായത് നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആ പ്രോഗ്രാം ചെയ്തോളും. പ്രീ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം അനലൈസ് ചെയ്താണ് ട്രേഡ് എടുത്തോളും. ഓക്കെ. ഇത് എങ്ങനെയാണ് മാനുവലി, ഇപ്പൊ ഞാനൊരു ചെറിയ ട്രേഡറാണ്, ദെൻ ഞാൻ ചെയ്യുന്ന ട്രേഡും ഈ ഒരു ആൽഗോ ട്രേഡും തമ്മിൽ എങ്ങനെയാണ് ഡിഫർ ചെയ്തിട്ടുള്ളത്? മാറ്റം എന്താണ് തമ്മിലുള്ളത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് മേടിക്കണം. ഓക്കെ. മേടിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടിയാൽ ലോസ് വന്നു, നിങ്ങൾ ഇമോഷണലി എന്ത് ചെയ്യും? അത് ചിലപ്പോൾ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായും. പക്ഷെ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ആൽഗോ ട്രേഡ് ആണെങ്കിൽ അത് സിസ്റ്റമാണ്. അവിടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. നമ്മളതിൽ നോക്കിയിരിക്കുന്നില്ല, ഒന്നും ഒരു ഇമോഷനും ഇല്ല. കാരണം ഒരു റോബോട്ടിക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് ഇമോഷൻ ഇല്ല. അതിന് എന്താണോ നമ്മളത് പിന്നെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ എത്തുമ്പോൾ അത് ട്രിഗർ ചെയ്യും. അത് SL ആയാലും ശരി, ടാർഗറ്റ് ആയാലും ശരി, എൻട്രി ആയാലും ശരി. അപ്പോൾ നമുക്കൊരു ഇമോഷൻ വർക്ക് ചെയ്യാതെ നമ്മുടെ ട്രേഡ് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇമോഷണലി പ്രശ്നങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ ആവുമ്പോൾ അത് ട്രേഡ് എടുത്തോളും. ദെൻ ഇമോഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും അല്ലേ? അതെ. ഇപ്പോൾ നോർമലി ഒരാൾ ട്രേഡ് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു ആൽഗോ ട്രേഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെ വരുന്നത്? ഡിഫറൻസ് ഒന്ന്, ഇമോഷനെ ബാധിക്കില്ല എന്നുള്ളതാണ്. രണ്ട്, ഒരു ആൽഗോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് കൂടുതലാണ്. എക്സിക്യൂഷൻ സ്പീഡ് കൂടുതലാണ്. ഭയങ്കര സ്പീഡിൽ ട്രിഗർ ചെയ്യുന്നില്ലാണ്. അപ്പം നമ്മളിപ്പം ഒരു ഓർഡർ എടുക്കാൻ പോകുന്ന സമയം ചിലപ്പം 4-5 സെക്കൻഡ് എടുക്കാം. പക്ഷെ മില്ലി സെക്കൻഡുകൾ മതി ഒരു ആൽഗോ ആണെങ്കിൽ അത് ട്രിഗർ ചെയ്യുന്ന ആ ഒരു ലാഗ് വരില്ല. പിന്നെ ഇമോഷൻസ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇത്. HFT ട്രേഡുകളൊക്കെ കിട്ടുന്നുണ്ടാവും, ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ്. ഇതൊക്കെ ശരിക്കും ആൽഗോ ആണ്. പിന്നെ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ചെയ്യുന്നതും എന്താണ്, ആൽഗോ ആണ്. കാരണം ഈ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് മറ്റൊക്കെ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അവിടെ കൂടുതൽ പിന്നെ ലേബർ വേണ്ട അല്ലെങ്കിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതാണ് ഏറ്റവും പിന്നെ ഇമോഷൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് അങ്ങനെയല്ല. നമുക്കിപ്പം ലാഭം കണ്ട് നഷ്ടം കണ്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. പൈസ പോകുന്നതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെതായിട്ടുള്ള ഇമോഷണലി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഇത് പോസിബിൾ ആണോ? ഇപ്പൊ നോർമലി ട്രേഡിലേക്ക് വരുന്ന ഒരാൾ പറഞ്ഞാൽ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ കൊണ്ട് വരുന്ന ആളാവില്ല. അതുപോലെ എല്ലാവരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൽഗോ ട്രേഡ്, പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ്. അപ്പോൾ എന്റെ കയ്യിലുള്ള ചെറിയൊരു എമൗണ്ട് വെച്ചാണ്ട് ചെയ്യാൻ പറ്റുമോ, അതോ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണോ അത് ചെയ്യാൻ? അല്ല, ഏത് ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ എത്ര ക്യാപിറ്റലുള്ള ആൾക്കാരും ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് സ്ട്രാറ്റജീസ്, ഒരുപാട് പിന്നെ അവൈലബിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് സെബി ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 136ഓളം ബ്രോക്കേഴ്സിന് ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നിശ്ചയ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ് ആൽഗോ ട്രേഡിംഗിൽ ഏതൊരു പ്ലാറ്റ്ഫോം പേര് പറയുന്നില്ല എന്ന് മാത്രം, അതിൽ ഒരു നിശ്ചയ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവര് കറക്റ്റ് എമൗണ്ട് ഓഫ് റിട്ടേൺസ് തരാന്ന് പറഞ്ഞാണ്ട് ആൽഗോ ട്രേഡിംഗ് അങ്ങനെ പാടില്ല എന്നുള്ള. അതുകൊണ്ടാണ് അപ്പോൾ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. നമ്മൾ ഞാൻ കേട്ട് പരിചയം 10-20 പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഓൾറെഡി ഉണ്ട്. അതിൽ നമുക്ക് 5000 രൂപ വെച്ചിട്ടും 10000 രൂപ വെച്ചിട്ടും തുടങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജീസ് മുതൽ സ്റ്റോക്കിൽ പിന്നെ ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികളുണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇനി നമുക്കൊരു ഇതുണ്ടെങ്കിൽ, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ അവരത് ബിൽഡ് ചെയ്ത് തരും. അതായത് ഇപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്പെസിഫിക് സ്ട്രാറ്റജി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ളത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരും. അത് ചെറിയ ചാർജ് കൊടുക്കേണ്ടിരുന്നുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ ഇതിനു മുമ്പ് ആൽഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അതിൻ്റെതായ പോരായ്മകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം എന്താണോ ഫീഡ് ചെയ്തത് അത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രിഗർ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് കുറെ പറഞ്ഞു. ഇതുപോലെ തന്നെ നോർമലി ഒരു പ്രീ സെറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. സ്വാഭാവികമായിട്ടും ശാസ്ത്രത്തെ വളർന്നാലും അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടോ? അങ്ങനെ ഒന്നതാണ്. ഇപ്പം നമുക്കറിയാം, എന്തെങ്കിലും ന്യൂസ് വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റുകൾ വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനെ റിയാക്ട് ചെയ്യും. പക്ഷെ ഇത് എന്ത് ചെയ്യില്ല, പ്രോഗ്രാമിനെ അറിയില്ല. അവിടെയും എന്ത് ചെയ്യും, അത് അതിന്റെ എൻട്രി ക്രൈറ്റീരിയ എന്താണോ അത് മാത്രമേ വായിക്കുള്ളൂ, അത് മാത്രമേ നോക്കുള്ളൂ. അവിടെ അത് ട്രിഗർ ചെയ്യുന്നുള്ളതാണ്. ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും,
ഒരു പ്രശ്നമാണ്. മീൻസ് ഒപ്പോസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. സാധ്യത കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ആസ് എ ട്രേഡർ ഞാൻ പേഴ്സണലി ചോദിക്കാന്ന് വിചാരിച്ചോളൂ, സാർ ഏത് ചൂസ് ചെയ്യും? ഒരു ആൽഗോ ട്രേഡ് എന്നാണോ അതോ സ്വന്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണോ? എനിക്കിഷ്ടം ആൽഗോ ആണ്. യെസ്. പക്ഷേ ഞാൻ അഗ്രസീവ് ട്രേഡർ ആയതുകൊണ്ട് മാത്രമാണ് അതൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് ഫോക്കസ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ശരിക്ക് ആൽഗോ ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് കാര്യമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. യെസ്, അതെ. എത്ര അക്കൗണ്ട് ട്രേഡ് ചെയ്യാം അറ്റ് എ ടൈമിൽ, ഒരേ സ്ട്രാറ്റജി അല്ല, ഡിഫറെൻറ്റ് സ്ട്രാറ്റജി പിന്നെ ഒരേ ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ പിന്നെ ഫീഡ് ചെയ്തത് ഒരെണ്ണത്തിൽ ഇങ്ങനെ വെച്ചേക്കാം, എൻ്റെ ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഓപ്ഷൻ സെല്ല് ചെയ്യണം, വേറൊരു അക്കൗണ്ടിൽ ഇത് മേടിക്കണം. അതൊക്കെ വെച്ചാൽ ആൽഗോ ആണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി നടന്നോളും. എല്ലായിടത്തും നമ്മളെന്നെ എത്തണമെന്നില്ല. അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരിടത്ത് ഓപ്ഷൻ സെല്ല് ചെയ്യണം, വേറെ ഇക്വിറ്റി മേടിക്കണം, വേറെ പിന്നെ എൻ്റെ ഒരു ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി വെച്ചിട്ട് ഇത് ബൈ എടുക്കണം. അങ്ങനെ പല അക്കൗണ്ട് വേണമെങ്കിൽ പല ട്രേഡ് ചെയ്യാം. ഇനി ഒരു അക്കൗണ്ട് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. ഉപയോഗം വലുതാണല്ലേ. അതായത് ഇപ്പൊ നമുക്ക് സെല്ലും ബൈയും അതുപോലെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാതും അറ്റ് എ ടൈം തന്നെ ചെയ്ത് എന്തും എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്ത് വെക്കാന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതെ. ഇപ്പോൾ മാനുവൽ ട്രേഡിൽ കൂടുതലായിട്ട് ആൾക്കാർ ഇതുപോലെ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്താണ്ട് ആൽഗോ ട്രേഡിങ്ങിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനിയൊരു 5 വർഷം അപ്പുറം, ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ മീൻസ് മെഷീനറീസ് വന്ന ടൈമിൽ നമുക്ക് ആൾക്കാർക്ക് ജോലി കുറയും, അല്ലെങ്കിൽ അന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്നു ഇതിനൊരു ഭാവി ഉണ്ടോ എന്നുള്ളത്. ബട്ട് അതിപ്പോ സാധ്യത മെഷീനറീസ് വന്നതുകൊണ്ട് ആൾക്കാർക്ക് ജോലി കുറഞ്ഞു വരുന്നു. അപ്പൊ അതുപോലെ ഈ ആൽഗോ ട്രേഡിങ് ഒരു 10 വർഷം അപ്പുറം നോർമലി ഇപ്പോൾ മാനുവൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ് വെറും ആൽഗോ ട്രേഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടോ? ആൽഗോ ട്രേഡിങ് ആൾക്കാർ മാറാം. പക്ഷേ ഞാൻ പറയല്ലോ, ആൽഗോ ട്രേഡിങ് ഇപ്പം ഫോറക്സിലൊക്കെ കോപ്പി ട്രേഡിങ് നടക്കുന്നുണ്ട്, അതേമാതിരി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ആൽഗോ ട്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അറ്റ് ദ എൻഡിൽ ഇപ്പം നമ്മൾ വലിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളിത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കും. നമ്മൾ മോണിറ്റൈസേഷൻ ഇല്ല, അല്ലെങ്കിൽ മോണിറ്റൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബഗ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഫേർട്ട് കുറയും എന്ന് മാത്രം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 10 പേരുണ്ട്, 10 പേരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ഒരാൾ മതിയാവും, അല്ലെങ്കിൽ 100 പേരുണ്ട് ഒരാൾ മതിയാവും. കാരണം ഒരാൾ നോക്കിയിരുന്നാൽ മതി. കാരണം അയാൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും എറർ വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറവുണ്ടാവും. പിന്നെ ഇപ്പോൾ എത്ര എന്ത് പിന്നെ ടെക്നോളജി പിന്നെ മാറിയാലും അതിന് മാറ്റം വരാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അത് എന്തായാലും മാറാൻ പോകുന്നില്ല. അപ്പൊ അവര് ചെറിയ പെർസെന്റേജ് ആൾക്കാർ എന്തായാലും അപ്പോഴും മാനുവൽ ട്രേഡ് ചെയ്യും. പക്ഷെ മേജർ പോർഷൻ എന്ത് ചെയ്യും, പതുക്കെ മാറി തുടങ്ങും. അത് മാറി തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ മാറിയിട്ടുണ്ട്, മാറുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രോഗ്രാം ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, നമുക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരേ ഭാഗത്ത് മൾട്ടിപ്പിൾ എൻട്രീസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ ഇതൊക്കെ വർക്ക് ചെയ്യേണ്ടി വരിക. അതാണ് ഇതിൻ്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു പരിധിക്കപ്പുറം ഓർഡേഴ്സ് എവിടെ പഞ്ചാവുന്നതല്ലേ നോക്കാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പിന്നെ സ്ട്രാറ്റജി മാറ്റി വെക്കണം, അല്ലെങ്കിൽ മാറ്റണം. അതിനനുസരിച്ച് പുതിയ പിന്നെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം, അത് പിന്നെ ട്രൈ ചെയ്യണം. അതിൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇത് ഫെയിലിയർ ആവും. മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ആൽഗോ ആണെങ്കിലും അതിന്റെ പ്രോഗ്രാമിൽ നമ്മൾ പുതിയ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ടോട്ടലി കാലം മാറിയാലും ഏകദേശം മാറിപ്പോയാലും മൊത്തത്തിൽ ആൽഗോയിലേക്ക് മാറുന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇതിപ്പുറത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് അത് ആൽഗോക്ക് സ്വിച്ച് ചെയ്യാനുള്ള പിന്നെ ആൾക്കാർ വേണം. അത് ചെയ്തേ പറ്റുള്ളൂ. പുതിയ സിസ്റ്റങ്ങളും വരണല്ലോ അല്ലേ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും.